നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കട്ടെ. ഞാനിത് എൻ്റെ വീട്ടിലാണ്. ഇവിടെ നന്നായി ബബ്ലൂസ് നാരങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇനിയൊരു നവംബർ ആ ടൈം ആകുമ്പോഴേക്കും ഇതൊക്കെ നമുക്ക് പൊട്ടിക്കട്ടോ. പക്ഷെ ഇപ്രാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ബബ്ലൂസ് നാരങ്ങ. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ഇപ്പോൾ ആയിട്ടില്ല, പക്ഷേ കൊലൊക്കെ ഇങ്ങനെ ഞാന്ന് കെടുക്കാട്ടോ. അത്രയും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ തലയുടെ മേലതോ കുറേ നിൽക്കുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പേര് പറയാനൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പക്ഷേ ഈ ബബ്ലൂസ് നാരങ്ങ എന്ന് പറയുന്നത് വെള്ള കളറാട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത്. മറ്റുള്ളിടത്ത് എന്ന് പറഞ്ഞാൽ റോസ് കളറുണ്ട്. പിന്നെ ഇത് ചെറിയൊരു പ്രായത്തിൽ നമുക്ക് ഇങ്ങനെ അച്ചാർ വേണമെങ്കിൽ ഇടാം. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വേണം നമുക്കിങ്ങനെ വെള്ളം കലക്കില്ലേ, ലൈം ഉണ്ടാക്കുന്ന പോലെയൊക്കെ ചെയ്യാട്ടോ. പക്ഷേ ഇതിന് ഓരോ പ്രായമുണ്ട്. കുറച്ച് വലുതായി കഴിഞ്ഞാൽ പറ്റില്ല. നല്ല ചെറുതാവുമ്പോൾ നമുക്ക് അങ്ങനെ കടിക്കാം. പിന്നെ നല്ല പാകമായി വരുമ്പോൾ നല്ല ജ്യൂസ് പോലെയൊക്കെ അങ്ങനെ അടിക്കാം. ഈ ബബ്ലൂസ് നാരങ്ങ കൊണ്ട് നമുക്ക് കുറേ തരം സംഭവങ്ങൾ നമുക്ക് ചെയ്യാം. അച്ചാറുണ്ടാക്കാം. പിന്നെ അതുപോലെ എന്താ പറയുക, ഇങ്ങനെ പഴുത്തിട്ടാണെങ്കിൽ തിന്നാം. പിന്നെ ഇത് ഷുഗറായിരിക്കും, അങ്ങനെ പ്രഷറുള്ളവർക്കൊക്കെ അത് നല്ലതാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇത് കൊണ്ടുപോകാറുണ്ട്. നമ്മൾ പൊതുവെ ഇത് വിൽക്കാറൊന്നുമില്ല കേട്ടോ. കാരണം നമ്മളിങ്ങനെ എന്താ പറയുക, വിഷം ചേർക്കുള്ള ഒരു സംഭവമാട്ടാ ഇത്. സീതാപ്പഴം, നീനോമ്പഴം, അങ്ങനെ പല പഴം, അങ്ങനെ പലരും പല പേരാണ് പറയുക. ഇത് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ. കാവുന്നുള്ളൂ കേട്ടോ. ഇതൊന്നും നമുക്ക് മേടിക്കേണ്ടി വരില്ല. കറക്റ്റ് അടിപൊളി പഴമാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നീനോമ്പഴമാണ് കേട്ടത്. നല്ല മധുരമാണ്. ഇതിൽ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ പ്രാവശ്യം. ഇതൊക്കെ പഴുത്തിട്ട് വേണം എനിക്കിനി വന്നിട്ട് ഇത് പൊട്ടിക്കാൻ. പക്ഷെ ഇതിപ്പോൾ ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇതായിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോഴത്തെ ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, നമുക്ക് ഫുള്ള് കെമിക്കൽസ് അങ്ങനെയൊക്കെ ആയിട്ടല്ലേ കിട്ടുന്നത്. നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് തന്നെ നമുക്ക് എന്താ പറയുക, കഴിക്കാമെന്ന് പറയുന്നൊരു നല്ലതല്ലേ. ഇതുപോലെ എൻ്റെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടുത്തെ ബബ്ലൂസ് നാരങ്ങ. അതേപോലെ നീനമ്പഴം, ഇങ്ങനത്തെ ഇതിൻ്റെ കുറേ ചെടികൾ നമ്മളവിടെ ഉണ്ട്. ഇതിങ്ങനെ ഒരു വലിയ ചെടിയായിട്ടുണ്ട്. വേറൊരെണ്ണം അപ്പുറത്തുണ്ട്, ഞാൻ കാണിച്ചു. കറിവേപ്പിൻ തൈയാണ് കേട്ടോ. വേപ്പില നമ്മുടെ വീട്ടിൽ നല്ലൊരു അടിപൊളി തൈയാണ്. കണ്ടോ, നല്ല ലെങ്ത്ത് ഉണ്ട് ഇതിൻ്റെ ഇല. അതേപോലെ ഞാൻ എണ്ണ കാച്ചാനൊക്കെ ഇവിടുന്ന് കേട്ടോ ഇലകൾ കൊണ്ടുപോകാറ്. കാരണം ഫ്രഷ് ഇല നമുക്ക് എണ്ണ കാച്ചുന്നതിന് നല്ലതല്ലേ. കണ്ടോ, തളിർത്ത് നിൽക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇപ്പോൾ വീണ്ടും പറയുന്നു, ഈ ചാനൽ സബ് ചെയ്യാത്തവർ ഇന്നൊന്ന് കൂട്ടാക്കണം. തിരിച്ച് ഞാൻ നിങ്ങളെയും കൂട്ടാക്കുന്നതാണ്. ഓക്കെ, ബൈ.